ഹായ് കലാ സാഹിത്യ സംസ്കാരം ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാ? കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? നാട്യകൽപദ്രുമമാണ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം ഏത് കലാരൂപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പടയണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭൈരവിക്കോലം ബന്ധപ്പെട്ടിട്ടുള്ള കലാരൂപം ഏതാണ്? പടയണി. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻസ് വായിക്കാം. കത്തി, കരി, താടി. ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ആണ് താടി, മിനുക്ക്. തേർഡ് ഓപ്ഷൻ ആണ് പച്ച, മിനുക്ക്. ഏത് കറക്റ്റ് ആയിട്ട് വരുന്നത്? 5 ഉള്ള കഥകളിയിലെ വേഷങ്ങൾ 5 വേഷങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. കത്തി, കരി, താടി, പച്ച, മിനുക്ക്. ഇപ്പൊ തന്നെ പഠിച്ചോ. കത്തി, കരി, താടി, പച്ച, മിനുക്കാണ് കഥകളിയിലെ വേഷങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാ? കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമാണ് മിഴാവ്. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? മിഴാവ്. വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കഥകളി. വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിച്ചാൽ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് വെട്ടത്തു സമ്പ്രദായം. വെട്ടത്തു സമ്പ്രദായം കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഉത്തര സ്വയംവരം, കീചകവധം, ദക്ഷയാഗം, തോരണ യുദ്ധം. ഇതിലേത് ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥയിൽ ഉൾപ്പെടാത്തത് തോരണ യുദ്ധം കേട്ടോ. ബാക്കിയെല്ലാം ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥയിൽ ഉൾപ്പെടുന്നതാണ്. ഉത്തര സ്വയംവരം, കീചകവധം, ദക്ഷയാഗം, കീചകവധം, ഉത്തര സ്വയംവരം. ഇത് മൂന്നും ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ്. ഏതൊക്കെയാണ്? ഉത്തര സ്വയംവരം, കീചകവധം, ദക്ഷയാഗം. ഉത്തര സ്വയംവരം, കീചകവധം, ദക്ഷയാഗം ഒക്കെ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? അലാമിക്കളി ഏത് ജില്ലയിൽ കണ്ടുവരുന്നതാണ്? കാസർഗോഡ് ജില്ലയിലാട്ടോ. അലാമിക്കളി ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലുള്ള നാടോടി കലാരൂപമാണ് അലാമിക്കളി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. കൂടിയാട്ടം ആരുമായി ബന്ധപ്പെട്ടതാണ്? മണി മാധവ ചാക്യാറുമായി ബന്ധപ്പെട്ടാണ് കൂടിയാട്ടം. കേരള നടനം രൂപീകരിച്ചാരാണ്? ഗുരു ഗോപിനാഥ്. കേരള നടനം ബന്ധപ്പെട്ടത് ഗുരു ഗോപിനാഥാണ്. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടാണ് മണി മാധവ ചാക്യാറാണ്. കേരള നടനം ഗുരു ഗോപിനാഥ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? പോർച്ചുഗീസുകാരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്. ഓക്കെ, താങ്ക് യു.